ഇന്ന് സാറ്റിൻ റിബൺ കൊണ്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. സാറ്റിൻ റിബൺ കുറച്ച് ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് അത് ഉണ്ടാക്കി ഷോക്കേസിലൊക്കെ വെച്ചാൽ ഒരു എലഗൻ ലുക്കൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഉണ്ടാക്കാനായിട്ട് എളുപ്പം പറ്റുന്ന ഒരു ഐറ്റാണ് ഇത്. സാറ്റിൻ റിബൺ 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിന്റെ രണ്ടറ്റം ഒന്ന് ചൂടാക്കി കൊടുക്കണം. വേറൊന്നുമല്ല, ഇതിൽ നിന്ന് നൂല് നല്ലോണം ഊരി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദെൻ രണ്ട് സൈഡും ഒന്ന് കോണായി മടക്കി എടുത്തിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വലിച്ച് ടൈറ്റ് ആക്കി കൊടുത്താലുണ്ടല്ലോ പൂവിന്റെ ഇതൊക്കെ റെഡിയായി കിട്ടുക. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മെറൂൺ ആൻഡ് ഗ്രീൻ കളർ റിബൺസ് ആണ്. ഇത് രണ്ടും 3 പെറ്റൽസ് വീതം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം അതിന്റെ നടുവിലൂടെ പാതിയായിട്ട് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. അത് ഇന്നർ പാർട്ട് കവർ ചെയ്യാനായിട്ടാട്ടോ ഉണ്ടാക്കിയേക്കണേ. അങ്ങനെ മൊത്തം 7 പീസ് പെറ്റൽസ് ആണ് ഉണ്ടാക്കിയെടുത്തേക്കണത്. ഇത് ലെയറുകളായിട്ട് വയറിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്രീൻ കളർ വയർ ആണെങ്കിൽ എളുപ്പമുണ്ട്. എന്റെ ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു വയറിലോട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തു. ഇത് ഉണ്ടാക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ, ഗ്ലേസി പാർട്ട് മുൻപിലേക്ക് വരുന്ന കണക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അതിന്റെ ഭംഗിയൊന്നും അറിയില്ല കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നുണ്ടാക്കിയാൽ അതിന്റെ ഭംഗി അറിയില്ലല്ലോ. കുറച്ചധികം ഉണ്ടാക്കിയാലേ അതിന്റെ ഭംഗി കിട്ടുള്ളൂ. ഒരു ചെടിയില് ഒരു പൂവ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൊല പൂവ് നിൽക്കുമ്പോഴാണോ നമ്മുടെ കണ്ണ് പോകുന്നത്, കൊലയായിട്ട് നിൽക്കുന്ന പൂവിലേക്കല്ലേ. അതന്നെ കാര്യം. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, കുറച്ച് അധികം ഉണ്ടാക്കുമ്പോൾ ഒന്നിന്റെ ഡിഫക്റ്റ് ആരും തിരിച്ചറിയില്ല. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ.